അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറുദല്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എല്ലാവരുടെയും ജീവിതത്തിൽ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഭാര്യമക്കൾക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, പല രോഗങ്ങൾ കൊണ്ടും ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട്. അവരുടെയും എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും റഹ്മത്തും ബറക്കത്തും നീ നൽകി അനുഗ്രഹിക്ക് റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ അവരുടെ പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും പെട്ടെന്ന് നീ നിറവേറ്റിക്കൊടുക്ക് റബ്ബേ. മരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നീ നൽകി അനുഗ്രഹിക്ക് റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കാത്തതിന് നമ്മൾ തന്നെ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണമാണ് അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കാത്തത്. എത്രയോ ആളുകളുണ്ട് നിരന്തരം എന്നോട് നേരിട്ടും അല്ലാതെയും കമൻറ്റിലൂടെയും ഒക്കെ പറയുന്നത്, ഉസ്താദേ, ഞാൻ ഒരുപാട് ദിക്ർ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, പരിശുദ്ധ ഖുർആൻ ഓതി, നിങ്ങൾ പറഞ്ഞ പല വീഡിയോകളിലുമുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കി, എന്നിട്ടും എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല, അല്ലാഹു എൻ്റെ ദുആ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഉസ്താദേ, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം എന്ന് പറയുന്ന ധാരാളം ആളുകൾ ഉണ്ട്. എന്നാൽ ചില ആളുകൾ വലിയ സന്തോഷത്തോടു കൂടി എന്നോട് പറയാറുണ്ട്, ഉസ്താദേ, നിങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ട് ഞങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളൊക്കെ നിറവേറിക്കിട്ടി ഉസ്താദേ, വലിയ സന്തോഷം. ഞാൻ ഉസ്താദിനും ഉസ്താദിൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ധാരാളം ആളുകളുമുണ്ട്. അപ്പോൾ എന്താണ് ചിലർക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്നത്, ചില ആളുകൾക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണല്ലോ. പിന്നെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ചില ആളുകളുടെ ദുആ സ്വീകരിക്കുന്നത്, അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവർക്ക് നിറവേറ്റിക്കൊടുക്കുന്നത്? എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആയും സ്വീകരിക്കുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറിക്കിട്ടുന്നതുമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അസ്മാഉകൾക്കും ദിക്റുകൾക്കും ദുആകൾക്കുമൊക്കെ തീർച്ചയായിട്ടും ഫലം കിട്ടും, അതിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ വീണ്ടും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, നിങ്ങൾ ചൊല്ലുന്ന ദിക്റുകൾക്കും അസ്മാഉകൾക്കും ഫലം കിട്ടണമെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ, ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായും ശ്രദ്ധിക്കണം. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് കിട്ടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ ഇത് നിങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നില്ലെങ്കിൽ അത് വിഫലമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അതുകൊണ്ട് ജീവിതത്തിൽ വലിയ അപകടങ്ങൾക്കും വലിയ കാരണമാകും. മാത്രമല്ല ആഖിറവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തേത്, നമ്മൾ പൂർണ്ണമായിട്ടും ഈമാൻ ഉള്ള ആളായിരിക്കണം.
അതായത് നമ്മൾ ചൊല്ലുന്ന ദിക്ർ അള്ളാഹു സ്വീകരിക്കും, അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റിത്തരും എന്ന് നമുക്ക് മനസ്സിൽ ഉറച്ച ഒരു വിശ്വാസം വേണം. നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നമ്മളത് ചെയ്യാൻ. എന്നാൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിക്കുകയുള്ളൂ. ചില ആളുകളൊക്കെ ഉണ്ട്, ഉസ്താദ് പറഞ്ഞു തന്നതല്ലേ, ഈ ദിക്ർ ചൊല്ലി ഒന്ന് ദുആ ചെയ്ത് നോക്കാം, ചിലപ്പോൾ ഉത്തരം കിട്ടിയാലോ, ഇനി ഉത്തരം കിട്ടുമെന്ന് ഒരു ഉറപ്പൊന്നുമില്ല, എന്നാലും ഒന്ന് ചെയ്തു നോക്കാം എന്നൊക്കെ മനസ്സിൽ കരുതി ധാരാളം ആളുകൾ ദിക്ർ ചൊല്ലി ദുആ ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങളൊരു ഉറച്ച വിശ്വാസമില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിക്കുകയില്ല. ഇനി രണ്ടാമത്തേത് 5 വക്ത് നിസ്കാരം ഖളാഅതെ നിസ്കരിക്കുക. നിസ്കരിക്കാൻ മടിയുള്ള ആളുകളും നിസ്കാരം ഖളാ ആക്കുന്ന ആളുകൾക്കും ദുആക്ക് ഇജാബത്ത് കിട്ടൂല. ചില ആളുകളുടെയൊക്കെയും ഒരു സ്വഭാവമാണ്, അവർക്ക് നിസ്കരിക്കാൻ വലിയ മടിയായിരിക്കും, അള്ളാഹുവിന് ഇബാദത്ത് എടുക്കാനൊക്കെ വലിയ മടിയായിരിക്കും അവർക്ക്. എന്നാൽ അവർ ദുനിയാവിൽ എന്തെങ്കിലും കുടുക്കിൽപ്പെട്ടാലോ എന്തെങ്കിലും പ്രതിസന്ധികളിലോ അപകടങ്ങളിലോ പെട്ടാലോ അവരുടെ എന്തെങ്കിലും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവർക്ക് നിറവേറി കിട്ടണമെങ്കിലോ അപ്പോൾ അവർക്ക് അള്ളാഹുവിനെ ആവശ്യമുണ്ടാകും. അപ്പോൾ അവർ പല ദിക്റുകളും ദുആകളുമൊക്കെ ചെയ്യും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ദുആക്ക് ഇജാബത്ത് നൽകില്ല, അവരുടെ ആവശ്യം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കില്ല. ഇനി മൂന്നാമത്തേത് ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും പൂർണ്ണമായിട്ടും അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണം. അവർ അവരുടെ ജീവിതത്തിൽ അത് പകർത്തണം. ഇത് ഉള്ളവർക്കേ അല്ലാഹു ദുആക്ക് ഇജാബത്ത് നൽകുകയുള്ളൂ. ഇനി നാലാമത്തേത് ആഹാരം, പാനീയം, സമ്പത്ത്, വസ്ത്രം എന്നിവയൊക്കെ ഹലാലായതായിരിക്കണം. അതായത് ആളുകളെ പറ്റിച്ചതോ മോഷ്ടിച്ചതോ പിടിച്ചു പറിച്ചതോ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത സമ്പത്തോ പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പത്തോ നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കില്ല. സ്വീകരിക്കണമെങ്കിൽ അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ഹലാലായ മാർഗത്തിലൂടെ നിങ്ങൾ ജീവിക്കണം. ഇനി അഞ്ചാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിലല്ലാതെ മറ്റാരിലും നിങ്ങൾ അഭയം തേടാതിരിക്കുക. അല്ലാഹുവിനോട് മാത്രം നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നിങ്ങൾ പറയുക. കാരണം അല്ലാഹുവല്ലാതെ മറ്റൊരു ശക്തിയില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകുന്നത് അല്ലാഹുവാണ്. അവനിക്ക് മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിറവേറ്റിത്തരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം. ഇനി ആറാമതായി നിങ്ങൾ ദുആക്ക് ഇജാബത്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഹാജത്ത് നിസ്കരിക്കുക. ഹാജത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടണം എന്ന് അള്ളാഹുവിനോട് നിയ്യത്ത് ചെയ്ത് നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. മാത്രമല്ല നമ്മൾ ഹദിയ ചെയ്യുക. എന്നിട്ട് നമ്മൾ ദിക്റുകൾ ചൊല്ലിയും സ്വലാത്തുകൾ ചൊല്ലിയിട്ടുമൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകുന്നതാണ്. ഇനി ഏഴാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നല്ല ശുദ്ധമായിരിക്കുക. അതായത് ആരോടും ദേഷ്യമോ പകയോ വൈരാഗ്യമോ കിബറോ അസൂയയോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല ശുദ്ധ മനസ്സോടുകൂടി നടക്കണം. മാത്രമല്ല ജീവിതത്തിൽ ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്. മാത്രമല്ല നമ്മൾ നമ്മുടെ ശരീരത്തെ എപ്പോഴും നല്ല വൃത്തിയോടുകൂടി കൊണ്ടു നടക്കണം. ഇനി എട്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ദിക്റുകൾ ചൊല്ലുന്ന സമയത്തുമൊക്കെ നിങ്ങൾ ഖിബിലക്ക് മുന്നിട്ട് നിങ്ങൾ ചെയ്യുക.
മാത്രമല്ല നിങ്ങൾക്ക് ആ സമയത്ത് വുളൂ ഉണ്ടായിരിക്കണം. എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ദുആക്ക് ഇജാബത്ത് കിട്ടും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി 9ാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ കളവ്, വഞ്ചന, ചൂതാട്ടം, മദ്യപാനം, വ്യഭിചാരം, അഹംഭാവം, ശത്രുത, കാപട്യം എന്നിവയൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കരുത്. അപ്പോൾ ഈ കാര്യവും നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾക്ക് ദുആക്ക് ഇജാബത്ത് അള്ളാഹു നൽകുന്നതാണ്. ഇനി 10ാമത്തേത്, അള്ളാഹുവിനോട് നിങ്ങൾ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലി ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വേണം ആ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും വിജയം വേണം, മാത്രമല്ല ആഖിറത്തിലും വലിയ വിജയമുണ്ടാകണം. അതിനു വേണ്ടിയിട്ട് ആ സമ്പത്ത് ചിലവഴിക്കണം എന്നുള്ള ഒരു നല്ല മനസ്സോട് കൂടിയിട്ടായിരിക്കണം അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. ഇനി 11ാമത്തേത്, രക്തബന്ധം മുറിക്കാനോ സാഹോദര്യം തകർക്കാനോ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. രക്തബന്ധം മുറിക്കുക എന്ന് പറയുന്നത് കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടില്ല. ഇനി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അവരുമായിട്ട് നന്നാകുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് കിട്ടുകയുള്ളൂ. ഇനി അവർ നിങ്ങളോട് മിണ്ടാത്തതാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അത് അവർക്കാണ് പ്രശ്നമുണ്ടാകുക. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചെയ്ത എല്ലാ അമലുകളും എല്ലാ ആഴ്ചകളിലും അല്ലാഹു സുബ്ഹാനഹു തആല ഉയർത്തപ്പെടും. എന്നാൽ കുടുംബ ബന്ധം മുറിച്ച ആളുകളുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. മാത്രമല്ല കുടുംബ ബന്ധം മുറിച്ച ആളുകൾ നരകത്തിലാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമുണ്ടാകുകയുള്ളൂ. ഇനി 12ാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശിർക്കിന് ഒരിക്കലും നിങ്ങൾ കൂട്ടുനിൽക്കരുത്. അതായത് അന്യ മതസ്ഥരുടെ അടുത്ത് പോയി സിഹ്ർ ചെയ്യരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് പൂസാളികളുടെ അടുത്തോ അല്ലെങ്കിൽ പണിക്കന്മാരുടെ അടുത്തോ മറ്റ് കൂടോത്തരം ചെയ്യുന്ന ആളുകളുടെ അടുത്തോ നിങ്ങൾ പോയി നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ ശ്രമിക്കരുത്. ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് പോകുകയോ അവരുടെ വാക്കുകൾ കേൾക്കുകയോ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അങ്ങനെയുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു തആല ഒഴിവാക്കുന്നതാണ്. അല്ലാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഇനി 13ാമത്തെ കാര്യം, ദിക്റുകളും ദുആകളും തസ്ബീഹുകളും ഇസ്തിഗ്ഫാറുകളും സ്വലാത്തുകളും ഒക്കെ നമ്മൾ ജീവിതത്തിൽ ധാരാളമായിട്ടും അധികരിപ്പിക്കണം. അങ്ങനെ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ ഒരു പ്രയാസവും കൊടുക്കില്ല. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. മാത്രമല്ല അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ അവരുടെ മനസ്സിൽ തെളിയുന്നതിന് മുമ്പായിട്ട് തന്നെ അല്ലാഹു അവർക്ക് അത് നിറവേറ്റി കൊടുക്കും. ഇനി 14ാമത്തേത്, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും നല്ല സൂക്ഷ്മത പാലിക്കണം. അതായത് അള്ളാഹുവിന് ഇബാദത്തെടുക്കുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴും സ്വലാത്ത് ചൊല്ലുമ്പോഴും അള്ളാഹുവിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അതിൽ മാത്രം ഒഴുകുക. മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ ചിന്ത പോകാതിരിക്കുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. ഇനി 15ാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തഹജ്ജുദ് നിസ്കാരം പരമാവധി നിങ്ങൾ ജീവിതത്തിൽ മുടങ്ങാതെ നിസ്കരിക്കുക.
എത്ര വലിയ മോശപ്പെട്ട ആളാണെങ്കിലും എത്ര വലിയ ദുസ്വഭാവമുള്ള ആളാണെങ്കിലും അവർ ജീവിതത്തിൽ തഹജ്ജുദ് പതിവായി നിസ്കരിക്കൽ തുടങ്ങിയാൽ അവർ നല്ല മനുഷ്യരായിത്തീരും. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ മോശപ്പെട്ടവരാണെങ്കിൽ അവർ നല്ല മക്കളായി തീരാൻ അവരോട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ കൽപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല മനുഷ്യരാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം നിലനിർത്തുക, എന്നും തഹജ്ജുദ് നിസ്കരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്കും ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്നതാണ്. ഇനി 16-ാമത്തേത്, നിങ്ങൾ അന്യരെ വേദനിപ്പിക്കാതിരിക്കുക. ആരെയും നിങ്ങൾ വെറുതെ ഒരു കാര്യവുമില്ലാതെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. മാത്രമല്ല, മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത്. ഇനി നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ആശ്വസിപ്പിച്ച് അവരിൽ നിന്നും പൊരുത്തം ചോദിച്ചു വാങ്ങുക. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, ഇത് നിങ്ങൾ ജീവിതത്തിൽ പകർത്താത്തത് കൊണ്ടാണ് നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കാത്തത്. ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടും സ്വലാത്തുകൾ ചൊല്ലിയിട്ടും പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടും പരിശുദ്ധ ഇസ്ലാമിലെ പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും ഞങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു മറുപടിയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ചൊല്ലുന്ന ദിക്റുകളും തസ്ബീഹുകളും സ്വലാത്തുകളും പരിശുദ്ധ ഖുർആൻ ഓതുന്നതും അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുന്നതും ദുആ ചെയ്യുന്നതുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണ്. എന്താണ് ഇത്ര ഉറപ്പ് ഞാൻ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ പറയുന്നു, എൻ്റെ അടിമകൾ എന്നെ അന്വേഷിച്ചാൽ അവരുടെ തൊട്ടടുത്ത് ഞാനുണ്ട്. പക്ഷേ അതിന് അടിമകൾ യഥാർത്ഥ അടിമകളായിരിക്കണം. അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കുന്ന, അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കുന്ന ആളുകളായിരിക്കണം. അതിന് ഞാൻ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ. നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരുകയുള്ളൂ. നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ, ഉത്തരം കിട്ടാൻ, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ എല്ലാവരും ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.